രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് വഴിവെച്ചത് എന്തെല്ലാം കാരണങ്ങളാണ്? വിമാന കമ്പനിക്ക് ഇതിൽ വീഴ്ച സംഭവിച്ചോ? ബോയിങ് കമ്പനിയുടെ വിശദീകരണങ്ങൾ തൃപ്തികരമാണോ? നമുക്ക് എന്താണ് ബോയിങ് കമ്പനിയെന്നും അവരുടെ അവകാശവാദങ്ങളെന്നും കമ്പനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ എന്തെല്ലാമെന്നും പരിശോധിക്കാം. നമുക്ക് ആദ്യം ബോയിങ് കമ്പനിയെക്കുറിച്ച് പറയാം. ഈ പറയുന്ന വിമാനം ബോയിങ് 787 എന്ന് പറയുന്ന വിമാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ധനക്ഷമത കൂടുതലും യാത്രാ സൗകര്യം കൂടുതലുമാണ്. 20%-ലധികം ഇന്ധനക്ഷമതയുണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദീർഘദൂര യാത്രകൾക്ക് കൂടുതൽ സുഗമമാകുന്നു. ഏത് പ്രദേശത്തും ഏത് പ്രതലത്തിലൂടെയും ഏത് മേഖലയിലൂടെയും സഞ്ചരിക്കാൻ മറ്റ് വിമാനങ്ങളെ അപേക്ഷിച്ച്, വലിയ വിമാനങ്ങളെ അപേക്ഷിച്ച്, ജംബോ വിമാനങ്ങളെ അപേക്ഷിച്ച് ഇത്തരത്തിലുള്ള വിമാനങ്ങൾക്ക് കഴിയുന്നു എന്നതാണ് പ്രത്യേകത. ബോയിങ് വിമാനങ്ങളെക്കുറിച്ച് പരാതികൾ പതിവാണ്. നമ്മൾ അതിൻ്റെ ഒരു കണക്ക് പരിശോധിച്ചാൽ ഒരുപക്ഷെ ആശങ്കപ്പെടുന്ന തരത്തിലേക്ക് പരാതികളുണ്ട്. 1997-നും 2025-നും ഇടയിൽ 10 അപകടങ്ങളാണ് ബോയിങ് വിമാനങ്ങൾ ഉണ്ടായത്. ആ അപകടങ്ങളുടെ ഒരു തോത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ അപകടമുണ്ടായിരിക്കുന്ന വിമാനത്തിന് സമാനമായ വിമാനങ്ങൾ 2014 ശേഷം ഉണ്ടാക്കിയതാണ്. ആ കഴിഞ്ഞ 11 വർഷത്തിനിടെ ആദ്യ വർഷം തന്നെ 2014 തന്നെ അത് അറ്റകുറ്റപ്പണികൾക്കായി ആ വിമാനങ്ങൾ തിരികെ കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടായെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു. ഈ ബോയിങ് കമ്പനിക്കെതിരെ ഡ്രീം ലൈനിൻ്റെ എൻജിൻ്റെ പ്രവർത്തനത്തിൽ ആശങ്കകൾ നിലനിൽക്കുന്നു. ഡ്രീം ലൈൻ എന്ന് പറയുന്നത് ആ ഒരു ശ്രേണിയാണ്. ബോയിങ് 787 എന്ന് പറയുന്ന ഡ്രീം ലൈൻ എന്ന് പറയുന്ന ശ്രേണിയിലാണ് ഇപ്പോൾ അപകടമുണ്ടായിരിക്കുന്ന വിമാനവും ഉൾപ്പെടുന്നത്. മറ്റു വിവരങ്ങൾ നോക്കുകയാണ്. മുൻ ബോയിങ് ജീവനക്കാരൻ ഡാം സെലഗ്പൂറാണ് പരാതി നൽകിയത്. അതായത് ഒരു വിസിൽ ബ്ലോവർ എന്ന നിലയിൽ ബോയിങ് കമ്പനിക്കെതിരെ തുടർച്ചയായി ആരോപണങ്ങൾ ഇദ്ദേഹം ഉയർത്തുകയാണ്. ഗുണനിലവാരം നോക്കാതെ കൂടുതൽ ഇന്ധനക്ഷമതയും കൂടുതൽ സുഖകരവുമായ യാത്രയ്ക്ക് വേണ്ടിയുള്ള വിട്ടുവീഴ്ചകൾ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് സാം ലഹർ ആരോപണം ഉന്നയിക്കുന്നു. അതൊരു വിസിൽ ബ്ലോവർ എന്ന നിലയിൽ തന്നെ സാം ലഹർ അത് ആരോപണമായി ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. US സെനറ്റിൻ്റെ മുന്നിൽ അദ്ദേഹം മൊഴി നൽകി. അതായത് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ, കമ്പനി ഈ ബോയിങ്ങിന് വേണ്ടി, ബോയിങ് വിമാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരമില്ലാത്ത തരത്തിലുള്ള മൊഴി അദ്ദേഹം നൽകി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബോയിങ്ങിൻ്റെ നിർമ്മാണ പങ്കാളിയായ കമ്പനിക്കെതിരെയും പരാതി ഉയർന്നിരുന്നു. ഈ കമ്പനിക്കെതിരെയും അന്വേഷണം നടത്താനുള്ള തീരുമാനങ്ങൾ ഉണ്ടായി. അതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നിർമ്മാണ നിലവാരത്തിൽ പാളിച്ചകളുണ്ടെന്നും ഗുണനിലവാരത്തിൽ നിയന്ത്രണമില്ലെന്നുമുള്ള ആരോപണങ്ങളാണ് ഉയർന്നത്. സാം സേലാപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങൾ കമ്പനി അപ്പാടെ നിഷേധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. സാം സേലാപ്പോൾ എന്ന എഞ്ചിനീയറോട് മിണ്ടാതിരിക്കാനാണ് കമ്പനി ആവശ്യപ്പെട്ടത്, ബോയിങ് കമ്പനി ആവശ്യപ്പെട്ടത്. ബോയിങ്ങിൻ്റെ നിർമ്മാണ പങ്കാളിയായ കമ്പനിക്കെതിരെയും പരാതി ഉയർന്നിരുന്നു. സ്പിരിറ്റ് എയറോസിസ്റ്റത്തിലെ ജീവനക്കാരനാണ് ഇത് സംബന്ധിച്ച പരാതിയുമായി രംഗത്തെത്തിയത്. ഇതിൻ്റെ തുടർച്ചയായി ഡ്രീം ലൈൻ വിമാനങ്ങൾ മടക്കി വിളിക്കണമെന്ന മുന്നറിയിപ്പുണ്ടായി. ഈ ഡ്രീം ലൈൻ വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ആ ഗണത്തിൽപ്പെടുന്ന വിമാനങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. അമേരിക്കയുടെ വ്യോമയാന അതോറിറ്റി ഇത് സംബന്ധിച്ച കൃത്യമായ അന്വേഷണം നടത്തി. അതിന് തൊട്ട് പിന്നാലെ ഈ FFA 2 ആഴ്ച നീണ്ട ഓഡിറ്റ് നടത്തി. ഈ കമ്പനിയുടെ പ്രവർത്തനം സംബന്ധിച്ച കൃത്യമായ ഓഡിറ്റ് FFAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതിൻ്റെ തുടർ നടപടി എന്നോണമാണ് ഈ കമ്പനിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ആരാഞ്ഞുകൊണ്ടുള്ള നടപടികളൊക്കെ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ അപകടത്തിന് ശേഷം ബോയിങ്ങിൻ്റെ വിപണി മൂല്യം വലിയ രീതിയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 6%-ഓളമാണ് ഈ അപകടത്തോടുകൂടി ബോയിങ്ങിന് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. വലിയ ആരോപണങ്ങൾ നടക്കുന്നുണ്ട്. ഈ അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി സഹകരിക്കാമെന്ന് ബോയിങ് അറിയിച്ചിട്ടുണ്ട്. ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നത് സംബന്ധിച്ച് പരിശോധന നടത്താമെന്നും ബോയിങ് കമ്പനി പറയുന്നുണ്ട്.